അസ്സലാമലൈക്കും. ഞാൻ നജ്മ റഷീദ്. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ക്രിസ്പി ഫ്രൈഡ് ചിക്കനാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇതിനായിട്ട് ഞാൻ ചിക്കൻ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഏത് പീസും ഇതിനുപയോഗിക്കാം. എല്ലുള്ള പീസും ഇടാം, എല്ലില്ലാത്ത പീസും ഇടാം, എല്ലാം ഇടാം. ഇനിയിപ്പം ഇതിലേക്ക് 2 സ്പൂണ് പാൽപ്പൊടി, പാകത്തിന് ഉപ്പ്, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് തന്നെ ഇടണേ. ഇനി കുറച്ച് കുരുമുളകിൻ്റെ പൗഡർ. ഇതിൽ ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതങ്ങോട്ടേക്ക് വേവിക്കണം. ഇതാ കണ്ട, എല്ലുള്ള പീസ് കണ്ട, എല്ലുള്ള പീസൂടാ, എല്ലില്ലാത്ത പീസൂടാ. ഇതൊരു സ്നാക്സ് ആണല്ലോ, അപ്പോൾ വേവിക്കാൻ വെക്കുന്നുണ്ട്. മൂടി വെക്കുന്നുണ്ട്. ചിക്കൻ വേവുമ്പോഴേക്ക് നമ്മൾക്ക് പൊരിക്കാനുള്ളത് റെഡിയാക്കാം. അതിലിതാ ഒരു കോഴിമുട്ട, കുറച്ച് പേരിന് ഉപ്പ് ഉണ്ടാ മതി, കുറച്ച് കുരുമുളക്. പിന്നെ ആ ചിക്കൻ വെന്ത് കഴിഞ്ഞാൽ ബ്രെഡ് പൊടിയിൽ ആക്കി ഫ്ലോട്ട് ചെയ്ത് ഇതിലേക്ക് മുക്കി പൊരിക്കണം. ആദ്യം മുട്ടയിൽ, പിന്നെ ബ്രെഡിൻ്റെ റസ്കിൻ്റെ എന്താ പൗഡർ വീട്ടിലുള്ളത് അത് വെച്ചിട്ടങ്ങ് ചെയ്താൽ മതി. ഒരു ഈസിയാണ്. ഇപ്പോൾ ഒരു കോഴിമുട്ടയിൽ കുരുമുളകും ഉപ്പും കൂടി മിക്സ് ചെയ്ത് വെച്ച് റെഡിയാക്കി വെച്ച്, ഇനി അതിന് ഇതാ ബ്രെഡിൻ്റെ പൗഡർ പൊടി, ബ്രെഡിൻ്റെ പൊടിയോ റസ്കിൻ്റെ പൊടിയോ എന്തായാലും കുഴപ്പമില്ല, അതും റെഡിയാക്കി. അപ്പം ഇതിങ്ങനെ 4 ഭാഗത്തും ഉണ്ടാ ആക്കിയിട്ട് ഇതിലേക്ക് കോൺഫ്ലവർ പൗഡർ ഇട്ടിട്ട് തീ അങ്ങ് ഓഫ് ചെയ്യണം കേട്ടോ. ഇനി ഇത് കലക്കണം. ആ കോൺഫ്ലവർ പൗഡർ ഇതിലേക്ക് നല്ലോണം പിടിച്ച് ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം. ഇനി ഇതാ ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതൊന്ന് ചൂടായിക്കോട്ടെ. ആ പാൻ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്ക് ഓയിൽ ഒഴിക്കാം. അത് ചൂടാകുമ്പോഴേക്ക് നമുക്ക് മുട്ടയിൽ ഈ ചിക്കൻ അങ്ങോട്ടേക്ക് മുട്ടൻ്റെ നമ്മൾ കലക്കി വെച്ചിട്ടുണ്ടല്ലോ അതും ബ്രെഡ് പൗഡറും കൂടി അതിലേക്ക് മിക്സ് ചെയ്തിട്ട് ഈ ചൂടായ എണ്ണയിൽ ഇടണം. നല്ലോണം ചൂടാവട്ടെ. ഇതാ മുട്ടൻ്റെ വള്ളി നല്ലോണം ഒന്ന് മുക്കുക. ഇതിങ്ങനെ പിടിക്കണം കേട്ടോ, എന്നാലാണ് ആ ക്രിസ്പി കിട്ടുക ഞങ്ങൾക്ക്. നല്ലോണം പിടിച്ച് തരണം. എന്നിട്ട് നല്ലോണം എണ്ണ ചൂടായാൽ അതങ്ങോട്ടേക്ക് ഇടാം. നല്ലോണം ചൂടായാലിടണം. ഇട്ട് കഴിഞ്ഞാൽ മാത്രം സ്ലോ ആക്കിയാൽ മതി. ഇതിപ്പോൾ ഒരു ഈസി ആണല്ലോ, വേഗം ചായക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു സംഭവമാണ് ഇത്. വലിയ ആൾക്കും ഇഷ്ടപ്പെടും, കുട്ടികൾക്കും ഇഷ്ടപ്പെടും. എല്ലാവരും കോവിഡെല്ലാമായിട്ട് വീട്ടിൽ ആകെ മൂഡ് ഓഫ് ആയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊക്കെ ഒന്ന് ചെറിയ സ്നാക്സൊക്കെ കഴിച്ച് കുട്ടികളെ മൂടൊക്കെ ഒന്ന് റെഡി ആവട്ടെ. പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പം ഏകദേശം ഇതാ നല്ലോണം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതുപോലെ ആവണം കേട്ടോ, പിന്നെ നല്ലോണം അതിൻ്റെ ആ രുചിയിൽ കഴിക്കാൻ പറ്റുള്ളൂ. ഇതാ നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. എല്ലാവരും
ഉണ്ടാക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. എന്നിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇതാ സെർവ് ചെയ്യുന്നുണ്ട്, എല്ലാവരും കഴിക്കണം. കഴിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളെ ക്രിസ്പി ഫ്രൈഡ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എന്നിട്ട് അടുത്ത പുതിയ വീഡിയോയുമായി ഞാൻ വരാം. താങ്ക്സ്.